അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ CMA വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാലുശ്ശേരി കപ്പറം ഒരു വീട്ടിലാണ് കേട്ടോ വന്നത്. ഈ വീട്ടിലെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയുണ്ട് കേട്ടോ, ഒരുപാട് ഭംഗിയുണ്ട്. നമുക്ക് ഇവിടുത്തെ വീട്ടുമുറ്റവും മുറ്റത്തിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് വരുന്ന സ്ഥലങ്ങളും പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പച്ച പുല്ലൊക്കെ വിരിച്ചിട്ടുള്ള ഇത് വരുന്നത് ഒരു ചെമ്പകമാണ് കേട്ടോ വരുന്നത്. എന്താ പറയുക, ചെമ്പകം നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് ഇത് വിരിഞ്ഞിട്ട് കുറേ ദിവസമായിക്കൊന്നും അറിയില്ല, വലിയ സ്മെല്ലൊന്നും ഇല്ല, എന്നാലും നേരിയൊരു സ്മെല്ല് ഉണ്ട് താനും കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് കുറേ ചെടികൾ ഇങ്ങനെ ചട്ടിയിൽ വെച്ചതാണ്. പിന്നെ എന്താ പറയുക, വെറൈറ്റി ചെടികളൊന്നുമല്ല, സാധാ നമ്മളെ കലേഡിയം, അഗ്ലോണിമ അങ്ങനെ വന്നിട്ടുള്ള കുറേ സ്പൈഡർ പ്ലാന്റുകൾ, പിന്നെ CC പ്ലാന്റുകൾ, അങ്ങനെയൊക്കെ ഉള്ള സാധാ നമ്മളെ ഇലയുടെയുള്ള ചെടികൾ തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. കുറേ ഇലച്ചെടികൾ തന്നെയാണ് വരുന്നത്. പൂക്കളുള്ള ചെടികൾ കുറവാണ്. യുജീനിയ ഉണ്ട്, മിനിയേച്ചർ തെച്ചിയുണ്ട്, കലേഡിയം വരുന്നുണ്ട്, അങ്ങനെ കുറേ ചെടികൾ ഉണ്ട്. പിന്നെ അതോണം വന്നിട്ട് വരുന്നത് പിന്നെ അഗ്ലോണിമയിൽ വരുന്നുണ്ട്, പിന്നെ അതോണം പിന്നെ ബിഗോണിയ വരുന്നുണ്ട്, പിന്നെ മോൺസ്ട്ര വരുന്നുണ്ട്. അങ്ങനെ ഈ യുജീനിയം പിന്നെ ചട്ടിയിലല്ല, നിലത്ത് തന്നെയാണ് വെച്ച് ബോൾ ഷേപ്പിൽ വെട്ടി നിർത്തിയതാണ്. പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റുകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വന്നിട്ട് എന്താ പറയുക, ഉള്ളത് നല്ല വൃത്തിക്കാണ് കേട്ടോ വെച്ചത്. നമ്മൾ റോട്ടിൽ നിന്ന് നോക്കിയാൽ ഒരു ചെടി വീടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ കയറി വന്നത് ഞങ്ങൾ. പിന്നെ ആന്തൂറിയം വരുന്നുണ്ട്, പിന്നെ CC പ്ലാന്റ് തന്നെയാണ് വരുന്നത്, അഗ്ലോണിമ വരുന്നുണ്ട്, മിനിയേച്ചർ ആന്തൂറിയം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കസേര ഉണ്ട് കേട്ടോ, എൻ്റെ പാത്തൂന് ഒരുപാട് ഇഷ്ടമായി ഈ കസേര. പിന്നെ അഗ്ലോണിമ അതുപോലെ തന്നെ മറ്റേ ഭാഗത്ത് വെച്ച പോലെ തന്നെ ഈ ഭാഗത്തും ചെടികളിൽ CC പ്ലാന്റ്, ബ്ലാക്ക് CC പ്ലാന്റ് ഉണ്ട്. അതോണം ഗ്രീന് വരുന്നുണ്ട്. പിന്നെ അതോണം പിന്നെ റബ്ബർ പ്ലാന്റുകളുണ്ട്, പിന്നെ യൂഫോർബിയ വരുന്നുണ്ട്. പിന്നെ അതോണം റോസാ ചെടികൾ വരുന്നുണ്ട്. എല്ലാ ചെടികളും തന്നെ ഉണ്ട് കേട്ടോ, ഒട്ടുമിക്ക ചെടികളും ഉണ്ട്. പിന്നെ അതോണം പിന്നെ ഇത് കേട്സ് ക്ലൗവിൻ്റെ തൈയാണെന്നാണ് തോന്നുന്നത്, അത്ര ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. റോസാ ചെടികൾ തന്നെ കുറേ തരം വരുന്നുണ്ട്. പിന്നെ അത് മറ്റേ ഭാഗത്ത് വെച്ച പോലെ തന്നെ ഈ ഭാഗത്തും യുജീനിയ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അഗ്ലോണിമ പ്ലാന്റുകൾ വരുന്നുണ്ട്, പിന്നെ ഹാങ്ങിങ് പ്ലാന്റുകൾ വരുന്നുണ്ട്. ഇത് അതുകൊണ്ടൊരു ഇവരൊരു ഭാഗത്തുള്ളൊരു മതിലിൻ്റെ മുകളിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ആ സ്ഥലം അതുകൊണ്ട് കെട്ടിയെടുത്തിട്ട് അവിടെ ഒരു ചിക്കുമരം വെച്ചിട്ട് ആ ചിക്കുമരത്തിൻ്റെ ചോട്ടിൽ കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ച പോലെ ഒരേ പ്ലാന്റുകൾ കുറേ ചട്ടി കണ്ടില്ലേ, ഒരു ചെടി ഒരുപാട് ചട്ടിയിൽ ഇങ്ങനെ നിരത്തി വെച്ചത്. പിന്നെ അതുകൊണ്ട് ഇവിടെ അതായി പുല്ല് മൊത്തത്തിൽ വിരിച്ചതാണ് കേട്ടോ. അതിൽ ഒരു കിളിനാവൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് 1-2 ചെടി വേറെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കായലില്ലേ, കുറ്റിക്കായൽ, അത് കൊടുത്തിട്ടുണ്ട്. ഈ കിളിനാവൽ ഞാൻ അവരോട് ചോദിച്ചാലും പറയാം, ഒരുപാട് കിളികളുണ്ടാവും പോലെ കേട്ടോ. ഇഷ്ടംപോലെ കിളികൾ വീടിൻ്റെ 2 ഭാഗത്തും ഇതുപോലെ പുല്ല് വിരിച്ചിട്ട് ആ 2 ഭാഗത്തും കിളിനാവൽ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കിളികൾ ഇങ്ങനെ വന്ന് കഴിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ കുറച്ച് ചെടികൾ ഇതൊക്കെ പിന്നെ എന്താ പറയുക, ഒരു വേണ്ട പോലെ ഒരു ശ്രദ്ധ എത്താത്ത ചെടികളാണ് പിന്നെ ഈ ഭാഗത്ത് വരുന്നത്. പിന്നെ കുറേ ഫ്രൂട്ട്സ് പ്ലാന്റുകളുണ്ട് കേട്ടോ ഇവിടെ. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി വന്നതാണ് വീഡിയോ എടുക്കാൻ, അതിൻ്റേതായൊരു ഇതൊക്കെ ഉണ്ടാവും. പിന്നെ നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ. അത് തന്നെ ഒരു നല്ലൊരു ഇതുണ്ട് കേട്ടോ, ഒരു വൈബ് ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ, ഒരു അബിയു മരം, അബിയൊക്കെ കിളികൾ ഇങ്ങനെ വന്ന് മൊത്തത്തിൽ കഴിക്കുകയാണ് ചെയ്യുക. അവർക്ക് കിട്ടലില്ല എന്ന് തോന്നുന്നു ഫ്രൂട്ട്, എന്നിട്ട് നെറ്റിട്ട് വെച്ചതാണ്. ഇത് കണ്ടില്ല, ആ ചിക്കുമരവും അതിൻ്റെ ചോട്ടിലുള്ള ആ സ്ഥലമൊക്കെ കണ്ടോ, സെറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇവർ തന്നെ. 1-2 ഫ്രൂട്ട്സ് ഒന്നും അല്ല കേട്ടോ, കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകൾ തന്നെ ഉണ്ട്. ലോങ്ങൻ തന്നെ ഉണ്ട് 2-3 വെറൈറ്റികൾ. ഇതാ ഒരു പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ളൊരു ഭംഗിയുണ്ടല്ലേ. വീടിന് ചുറ്റും നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീടിന് ചുറ്റും പച്ചപ്പായിട്ട് കാണുമ്പം തന്നെ ഒരു ഭംഗിയാണല്ലോ കാണാൻ.
അല്ലേ? ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ പച്ചപ്പ് കാണുമ്പോൾ നല്ല രസം തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ് ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ ഹെയർ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നൊരു ചെടിയാണ് കേട്ടോ. ഒരു ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ്. പിന്നെ ഇത് നമ്മൾ വേറൊരു ഭാഗത്തേക്കാണ് കേട്ടോ വന്നത്. ഈ ഭാഗത്ത് വരെ കിണറൊക്കെ വരുന്നത് ഈ ഭാഗത്ത്. അവിടെ റോസ് വെച്ചിട്ടുണ്ട് സൈഡിൽ. പിന്നെ അതുകൊണ്ട് ഈ ഭാഗത്തും കുറേ ഫ്രൂട്ട്സിൻ്റെ തൈകളുണ്ട്. പിന്നെ ഈ ചെടീൻ്റെ പേര് എന്നോട് മറന്നുപോയി. പിന്നെ അതുകൊണ്ട് അതാ കണ്ടില്ലേ, പച്ചപ്പുല്ല് വിരിച്ച് അങ്ങോട്ടൊരു സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട് ഈ ഒരു മരം കണ്ടോ, റോസാപ്പിൾ എന്നിട്ടാണ് തോന്നി ഇതിൻ്റെ പേര്. റോസ് പൂവ് തൊഴിഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ അതിൻ്റെ ചുവട്ടിൽ നിറയെ. ഈ മരം നിറയെ ഈ പൂവ് ഇങ്ങനെ ഉണ്ട് കേട്ടോ. റോസ് പൂവ് കടും നിറത്തിലുള്ള പിങ്ക് കളറിൽ, ഡാർക്ക് പിങ്ക് കളറിലുള്ള പിന്നെ അതുകൊണ്ട് ഈ ഒരു ചെടി നല്ല ഭംഗി തന്നെയാണ് കേട്ടോ ഇവിടെ കാണാൻ. ഇവിടെ ഒരുപാട് ഭാഗത്ത് ഇതിങ്ങനെ ബോർഡർ ചെടിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊരു പാർക്കിലേക്കൊക്കെ ചെന്ന പോലെ കേട്ടോ. ഇവിടെ നമ്മളെ ഇവരെ വീടിൻ്റെ സൈഡിലുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പുല്ലൊക്കെ വിരിച്ച് എന്താ പറയുക, നല്ല ഭംഗി തന്നെയായിട്ട് ചെയ്ത് കിട്ടോ. ഇതങ്ങോട്ട് ഇതുവരെ കിണറിൻ്റെ അടുത്തേക്ക് പോണ ഒരു ഭാഗമാണ്. അവിടെയൊക്കെ നിങ്ങൾ കണ്ടോ, കിണർ അതാണ് കാണുന്നത്. അതിന് ചുറ്റും പുല്ല് വിരിച്ച് നല്ല ഭംഗി തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ, നമ്മളൊരു പാർക്കിലൊക്കെ ചെന്ന പോലെ അത്രയും ഭംഗിയിൽ ചെയ്തെടുത്ത് കേട്ടോ. ഇതിൽ കുറേ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഓരോ ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കാം കേട്ടോ.